ജൈവമാലിന്യങ്ങളും പ്ലാസ്റ്റിക്കുമടക്കമുള്ളവയെ എങ്ങനെ സംസ്കരിക്കണമെന്നതിന് നിരവധി മാതൃകകൾ നമുക്ക് മുന്നിലുണ്ട്. എന്നാൽ മാലിന്യ സംസ്കരണ രംഗത്ത് വെല്ലുവിളി ഉയർത്തുന്ന ഒരു വിഭാഗം നിഷ്ക്രിയ വസ്തുക്കളാണ്. എല്ലാ തരംതിരിക്കലിനും സംസ്കരണത്തിനും ശേഷം അവശേഷിക്കുന്ന പുനരുപയോഗത്തിനും പുനഃചംക്രമണത്തിനും സാധിക്കാത്തതും അപകടസാധ്യതയില്ലാത്തതുമായ വസ്തുക്കളാണ് നിഷ്ക്രിയ മാലിന്യങ്ങൾ. നിഷ്ക്രിയ വസ്തുക്കൾ സുരക്ഷിതമായി നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് പ്രത്യേകമായി തയ്യാറാക്കുന്ന സംവിധാനമാണ് ശാസ്ത്രീയ ലാൻഡ്ഫിൽ. ലാൻഡ്ഫില്ലിന്റെ അഭാവത്തിൽ ഇത്തരം മാലിന്യങ്ങൾ പൊതുസ്ഥലങ്ങളിൽ കെട്ടിക്കിടക്കുകയും അങ്ങനെ പൊതുജനാരോഗ്യത്തെയും പരിസ്ഥിതിയെയും പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും. എല്ലാ നഗരസഭകളും നിഷ്ക്രിയ വസ്തുക്കൾ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് ലാൻഡ്ഫിൽ സ്ഥാപിച്ചിരിക്കണമെന്നാണ് 2016 ഖരമാലിന്യ പരിപാലന ചട്ടം വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു ലാൻഡ്ഫില്ലിന്റെ ശാസ്ത്രീയ മാതൃകയായിരുന്നു തിരുവനന്തപുരം കനകക്കുന്നിൽ നടന്ന വൃത്തി കോൺക്ലേവിൽ അവതരിപ്പിച്ചത്. കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്രോജക്റ്റിൻ്റെ ഭാഗമായി നമ്മുടെ സംസ്ഥാനത്ത് പ്രപ്പോസ് ചെയ്തിരിക്കുന്ന ഒരു സയൻറ്റിഫിക് ലാൻഡ്ഫില്ലിൻ്റെ മാതൃകയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇനർട്ട് വേസ്റ്റ്, അതായത് സെറാമിക് ടൈൽസ്, കുപ്പിച്ചില്ലുകൾ, ഇതുപോലുള്ള വേസ്റ്റുകൾ നമുക്ക് ശാസ്ത്രീയമായി തന്നെ പരിസ്ഥിതിക്ക് കേടുപാടുകളില്ലാതെ ഡിസ്പോസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ലാൻഡ്ഫിൽ സംവിധാനം ഉപയോഗിക്കുന്നത്. ലാൻഡ്ഫില്ലിലേക്ക് എത്തുന്ന വസ്തുക്കൾ നിഷ്ക്രിയ വസ്തുക്കളാണെന്ന് പരിശോധിച്ചുറപ്പാക്കും. വിവിധ പാളികളിലായി സംരക്ഷണ ഭിത്തികളൊരുക്കി തയ്യാറാക്കുന്ന അറകളിലേക്കാണ് നിഷ്ക്രിയ വസ്തുക്കൾ നിക്ഷേപിക്കുന്നത്. ലാൻഡ്ഫില്ലിൽ നിന്ന് ജലാംശമോ വാതകങ്ങളോ മറ്റു പദാർത്ഥങ്ങളോ ഒന്നും തന്നെ ചുറ്റുപാടുമുള്ള മണ്ണിലേക്കും ഭൂഗർഭജലത്തിലേക്കും വായുവിലേക്കും എത്താതെ ഇത്തരം സംരക്ഷണ പാളികൾ തടയും. 24 അടിയോളം ഉയരത്തിലാണ് കനകക്കുന്നിൽ ലാൻഡ്ഫില്ലിന്റെ മാതൃക തയ്യാറാക്കിയിരുന്നത്. കേരള ഖരമാലിന്യ പരിപാലന പദ്ധതിയാണ് ലാൻഡ്ഫിൽ മാതൃക അവതരിപ്പിച്ചത്. ദൂരദർശൻ ന്യൂസ്, തിരുവനന്തപുരം.